48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. അങ്ങനെ നടത്തിയില്ലെങ്കിൽ കർശനമായ നടപടി പാർട്ടി ഭാഗത്തുണ്ടാവും. ഞങ്ങൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സൗഹാർദ്ദപരമായിരുന്നു സീറ്റ് ചർച്ചകളും തീരുമാനങ്ങളൊക്കെ തന്നെ. ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം നന്നായി പൂർത്തീകരിച്ചു. പാർട്ടിക്കകത്ത് അടിത്തട്ടിൽ ചർച്ച നടത്തി മുകൾത്തട്ടിൽ അംഗീകാരം കൊടുത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. പക്ഷേ 3 ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിമതനായി 3 പേർ മത്സരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലരും നോമിനേഷൻ കൊടുത്തിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യപ്പെട്ടനുസരിച്ച് എല്ലാവരും പിൻവാങ്ങിയതാണ്. പക്ഷേ 3 പേർ പിൻവാങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ 3 പേരോടും ഞങ്ങളൊരു 48 മണിക്കൂർ സമയം കൊടുക്കുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. അങ്ങനെ നടത്തിയില്ലെങ്കിൽ കർശനമായ നടപടി പാർട്ടി ഭാഗത്തുണ്ടാവും. എന്ത് സംശയക്കാര്യത്തിലുള്ളത്? കാരണം ഞാൻ പറയില്ല, എന്തെങ്കിലും സമയക്കുറവുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളല്ലോ പെട്ടെന്നുള്ള എന്തെങ്കിലും മനക്ഷോഭം കൊണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാനസികാവസ്ഥ കൊണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു കേഡർ പാർട്ടിയെ പോലെ വല്ലാതെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങി പേടിപ്പിക്കുന്നില്ല. 48 മണിക്കൂർ സമയം അവർക്ക് കൊടുക്കുന്നു 3 പേർക്കും. ആ 3 പേരും 48 മണിക്കൂറിനുള്ളിൽ ആ മത്സരരംഗത്ത് പിൻവാങ്ങി UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രസിദ്ധീകരണം നടത്തിയാൽ നടപടി ഒഴിവാക്കും. ഇല്ലെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ 26-ാം തീയതി കർശനമായ നടപടിക്ക് അവർക്കെതിരെ സ്വീകരിക്കും. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. നിങ്ങളായിട്ട് കൂട്ടായിരുന്നാൽ മതി. 3 പേരും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നോമിനേഷൻ കുറേ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമല്ലേ. നോമിനേഷൻ പല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നലെയും മെഞ്ഞാന്നുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണമായിട്ടും അവരൊക്കെ തന്നെ പിൻവാങ്ങിയതാണ്. ഇപ്പോൾ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ 5 പേരുണ്ടായിരുന്നില്ലേ, അവരെല്ലാം പിൻവാങ്ങിയല്ലോ. ഇതിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അവരുടെ സ്നേഹപൂർവ്വം ഞാൻ ആവശ്യപ്പെടുകയാണ്, പിൻവാങ്ങി UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് കത്തിറക്കി പ്രസിദ്ധീകരിക്കണം. അത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പാർട്ടി പൊരുത്തപ്പെടും. ഇല്ലെങ്കിൽ 26-ാം തീയതി കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നോമിനേഷൻ മുന്നറിയിപ്പല്ല, സ്നേഹപൂർവ്വമായുള്ള അറിയിപ്പ്. കാരണം എല്ലാവരും പാർട്ടിയോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണല്ലോ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് അറിയിപ്പാണ്. ഒരു പാർട്ടി നിലക്ക് പിടിച്ചു തീരുമാനം അധികം വൈകാൻ പറ്റില്ല. 48 മണിക്കൂറിനുള്ളിൽ, അതായത് 26-ാം തീയതിക്കുള്ളിൽ അവർ നോട്ടീസ് അടിച്ചിറക്കി പുറത്തിറക്കി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നടപടി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ 26-ാം തീയതി കർശന നടപടി അവർക്കെതിരെ പാർട്ടി സ്വീകരിക്കും. കാരശ്ശേരി, തിരുവമ്പാടി, പൂവാട്ടുപറമ്പ് 3 ഇടങ്ങളാണ്. കാരശ്ശേരി പൂവാട്ടുപറമ്പ് ബ്ലോക്ക് ഡിവിഷനിലും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലും.